Welcome to my classroom, Structural Analysis 2. Hi everyone, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Anu. Today we discuss about the topic Derivation of Clapeyron's Theorem, Module 1, KTU, S5, Civil. Continuation of Lecture 2, Part 1, Derivation of Clapeyron's Theorem. ഓക്കെ, ഡെറിവേഷനിലേക്ക് പോകാം. ഞാനിവിടെ 4 ഫിഗർ വരച്ചിട്ടുണ്ട്. ഫിഗർ എ, ഫിഗർ ബി, ഫിഗർ സി ആൻഡ് ഫിഗർ ഡി. ഓക്കെ, ക്ലിയർ ആണല്ലോ ഫിഗർ. ഫസ്റ്റ് ഫിഗർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിന്റെ കണ്ടിന്യൂസ് ബീമിന്റെ ഫിഗർ ആണ്. ഫിഗർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീമിന്റെ ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം ആണ്. ദിസ് വൺ ഈസ്. ആൻഡ് ഫിഗർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീമിന്റെ ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം ആണ് ഫിഗർ സി. ആൻഡ് ഫിഗർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, നമുക്ക് ഈ ഫിഗർ ആണ് ലാസ്റ്റിൽ വേണ്ടത്. നമുക്കൊരു ബീം അനലൈസ് ചെയ്യുമ്പോൾ ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം, ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് നെറ്റ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഇത് ഡിറൈവ് ചെയ്യുന്നതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ബെൻഡിങ് ഇക്വേഷനാണ്. നിങ്ങൾ MOSൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ബെൻഡിങ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ ബെൻഡിങ് ഇക്വേഷൻ? M/I = E/R. Okay, then therefore M = E × I/R. ഈ ഇക്വേഷനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇതൊന്ന് ഓർമ്മയിലേക്ക് എല്ലാവരും വെച്ചേക്കുക. മായ്ച്ചു കഴിഞ്ഞാൽ മൊത്തം ബ്ലൂ കളർ പെന്നിന്റെ ഒരു ഇക്വേഷൻ ഒന്ന് സൈഡിലേക്ക് നിങ്ങൾക്ക് ഓർക്കാനും വേണ്ടിയിട്ട് വെച്ചേക്കാം. M = E × I/R. ബെൻഡിങ് ഇക്വേഷൻ ഓർമ്മയിൽ വെച്ചേക്കുക. ഓക്കെ, നമുക്കത് ആവശ്യമുണ്ട്. ഓക്കെ, ഫിഗർ എ ബീമിന്റെ ഫിഗർ ആണ്. ഫിഗർ ബി ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഫിഗർ സി ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ആൻഡ് ഫിഗർ ഡി നെറ്റ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദ സ്പാൻ AB. ഫസ്റ്റ് കൺസിഡർ ദ സ്പാൻ AB. ABയുടെ സ്പാൻ എത്രയായിരുന്നു? സ്പാൻ ലെങ്ത് ഇറ്റ് ഈസ് L1 ആൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 എക്സെട്ര. ഓക്കെ, ഇവിടെ നമ്മൾ AB സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്തു. AB സ്പാനിന്റെ ലെറ്റ് എനി സെക്ഷൻ ഇൻ AB ഡിസ്റ്റൻസ് X ഫ്രം A. നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ തെളിയത്തില്ല. ഓക്കെ, X ഡിസ്റ്റൻസ് മാറി Aന്ന് നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ടേക്ക് എ സ്മോൾ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം Aന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഹിയർ ഓൾസോ ഇത് നേരെ തന്നെ. ഓക്കെ, ആ സ്മോൾ സെക്ഷനാണ് DX. ദിസ് ഈസ് DX. നമ്മളൊരു ഫ്രം Aന്ന് X ഡിസ്റ്റൻസ്, ഫ്രം Aന്ന് A സപ്പോർട്ട് ചെയ്യുന്ന X ഡിസ്റ്റൻസ് മാറി നമ്മൾ ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. അതാണ് DX. അപ്പൊ ഈ ഒരു സെക്ഷൻ വരെയുള്ള മൊമെന്റ് ആണ് ഫ്രീ ബെൻഡ് മൊമെന്റ് ആണ് MX. ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ആണ് MX'. ഫ്രീ ബെൻഡ് മൊമെന്റ് ആണ് MX, ഫിക്സഡ് ആണ് MX'. ക്ലിയർ ആയല്ലോ? X ഡിസ്റ്റൻസ് മാറി Aന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മളൊരു സ്മോൾ സെക്ഷൻ കൺസിഡർ ചെയ്തു DX. ഓക്കെ, സ്മോൾ സെക്ഷൻ കൺസിഡർ ചെയ്തു DX. അവിടുത്തെ മൊമെന്റ് ആണ് ഫ്രീ ബെൻഡ് മൊമെന്റ് ആണ് MX. സെക്ഷനിലേക്കുള്ള ഫ്രീ ബെൻഡ് മൊമെന്റ് ആണ് MX. സെക്ഷനിലെ ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ആണ് MX'. ആ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ് X1 ബാർ. ഓക്കെ, X1 ബാർ. ആൻഡ് ഫിക്സഡിന്റെ X1 ഡാഷ് ബാർ. X1 ബാർ അവിടെ എഴുതുമ്പോൾ ക്ലിയർ ആവത്തില്ലായിരിക്കും. X1 ബാർ ആൻഡ് X1 ഡാഷ് ബാർ. ഓക്കെ, X1 ബാർ ഫ്രീ ബെൻഡ് മൊമെന്റിലേക്കുള്ള Aന്നുള്ള സെൻട്രോൾ ഡിസ്റ്റൻസ് ആണ് X1 ബാർ. ഫിക്സഡിലെ Aന്നുള്ള സെൻട്രോൾ ഡിസ്റ്റൻസ് ആണ് X1 ഡാഷ് ബാർ. ഡാഷ് ഓർത്തോണെ, ഫിക്സഡിന് നമ്മൾ ഡാഷ് ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സ്മോൾ സെക്ഷൻ എടുത്തു. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ.
മതിയല്ലോ. ഇനി എല്ലാം കംപ്ലീറ്റ് മാത്തമാറ്റിക്കൽ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഫ്രം എ ടു ബി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ക്ലിയർ ആയാലോ? ആദ്യം നമ്മൾ ഫ്രീ ബെൻഡിങ് മൊമെന്റേയും ഫിക്സഡ് ബെൻഡിങ് മൊമെന്റേയും ഡയഗ്രാം വരച്ചു. ഡയഗ്രാം വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? എന്ന് നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു കുഞ്ഞ് സെക്ഷൻ ഫസ്റ്റ് നിങ്ങൾ ഒന്ന് ഇക്വേഷൻ നോക്കാതെ നമ്മൾ ഇവിടെ നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ബീമിന്റെ ഫിഗർ, ഫ്രീ ബെൻഡിങ് മൊമെന്റിന്റെ ഫിഗർ, ഫിക്സഡ് ബെൻഡിങ് മൊമെന്റിന്റെ ഫിഗർ, ഫൈനൽ നെറ്റ് ബെൻഡിങ് മൊമെന്റിന്റെ ഫിഗർ. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താ? യൂഡിയൽ ആണ്, പാരാബോളിക് ആണ് വരുന്നത്. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, രണ്ട് ഡയഗ്രാമും വരച്ചു. എന്നിട്ട് നമ്മൾ എന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറി ചെറിയൊരു സെക്ഷൻ എടുത്തു. ഫിക്സഡിലും എക്സ് മാറിയിട്ട് സെൻട്രോളൽ ഡിസ്റ്റൻസ് x1 ബാറും x1 ഡാഷ് ബാറും ആണ്. ഓക്കെ, free bending moment mx and fixed bending moment mx dash. x1 bar and x1 dash bar are the centroidal distance. Okay, net bending moment at the section. Net bending moment at the section is given by, we know the bending equation, then bending equation m equal to E into I into 1 by R, that is 1 by R d square y by dx square 1 by R equal to m. ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക. m എന്താ? EI into R, EI by R, അത് EI into d square y by dx square. dy by dx എന്താ? സ്ലോപ്പ്. d square y by dx square എന്താ? ബെൻഡിങ് മൊമെന്റ്. y എന്താ? ഡിഫ്ലക്ഷൻ. ഇതൊക്കെ അറിയത്തില്ലേ? y ഡിഫ്ലക്ഷൻ, d square y by dx square ബെൻഡിങ് മൊമെന്റ്, dy by dx സ്ലോപ്പ്. ഓക്കെ, ഈക്വൽ ടു നമ്മുടെ നെറ്റ് ബെൻഡിങ് മൊമെന്റ് എന്താ? mx ഉണ്ട്, mx ഡാഷും ഉണ്ട്. mx മൈനസ് mx ഡാഷ്. ക്ലിയർ ആയോ? നമ്മൾ മാത്തമാറ്റിക്കലി ബെൻഡിങ് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് പോവാനാണ്. ഫ്രം ബെൻഡിങ് ഇക്വേഷൻ m ഈക്വൽ ടു വി നോ ദാറ്റ് E ഇൻറ്റു I ഡിവൈഡഡ് ബൈ R. ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഇവിടത്തേക്ക് എടുക്കുവാണ്. E ഇൻറ്റു I ഇൻറ്റു 1 ബൈ R d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഈക്വൽ ടു നെറ്റ് ബെൻഡിങ് മൊമെന്റ് mx മൈനസ് mx ഡാഷ്. ഇനി നമ്മൾ മാത്തമാറ്റിക്കലി നോക്കുവാണ്. ഈ ഒരു ഇക്വേഷനെ, സപ്പോസ് ദിസ് ഇക്വേഷൻ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ്, നമ്മൾ എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്തായിരിക്കും ഇക്വേഷൻ? ശ്രദ്ധിച്ചോണേ. ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. I1 ആണ് ഫസ്റ്റ് സ്പാൻഡത് I1, സെക്കൻഡത് I2, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇ ഇൻറ്റു I1 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് ഈക്വൽ ടു എം എക്സ് ഇൻറ്റു എക്സ് മൈനസ് എം എക്സ് ഡാഷ് ഇൻറ്റു എക്സ്. ക്ലിയർ ആയോ? എക്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഇ ഇൻറ്റു I1 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു എം എക്സ് ഇൻറ്റു എക്സ് മൈനസ് എം എക്സ് ഡാഷ് ഇൻറ്റു എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് നമ്മൾ എന്താ ഈ ചെറിയ സെക്ഷന്റെ എടുത്തിട്ടാണ് ഇപ്പൊ ഇത് അപ്ലൈ ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് സ്പാനാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്ത്? കൺസിഡർ ദ സ്പാൻ എ ബി സ്പാൻ കൺസിഡർ ചെയ്തു. എ ബി സ്പാനിൽ നമ്മളൊരു സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തത്. ഫ്രം എയിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ചെറിയ സെക്ഷൻ കൺസിഡർ ചെയ്തു. അതിലേക്ക് അവിടെ ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് ആണ് എം എക്സും എം എക്സ് ഡാഷും. സോ നമുക്ക് എ ബി സ്പാനിന്റെ കംപ്ലീറ്റ് മൊമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ഫ്രം എന്താ 0 to L or x to L1. Okay, we get ഇതിനകത്തുനിന്ന് കോൺസ്റ്റന്റ് എന്താ? EI E ഇൻറ്റു I1 കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ mx into x into dx minus integral mx dash into x into dx. Integral from where to where? 0 to L1, 0 to L1, 0 to L1. L1 എന്താ? എ ബിയുടെ സ്പാൻ. 0 ഇന്ന് ഇവിടെ നിന്ന് L1 വരയ്ക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ആദ്യം ഒരു കുഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്തു. ഫ്രം ഇന്റഗ്രേറ്റിംഗ് ഫ്രം 0 to L1. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാം.
സ്പേസ് ഇല്ല. ഓക്കെ, ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇ ഇൻറ്റു I1 ഇൻറ്റു ഇന്റഗ്രൽ 0 to L1 എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L1 mx ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 0 to L1 mx ഡാഷ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നമുക്കിനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇ ഇൻറ്റു I1 കോൺസ്റ്റന്റ് ആണ്. ഹിയർ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, രണ്ട് ടേം ഉണ്ട്. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഒന്ന് ലിസൺ ചെയ്തിട്ട് എഴുതി വെച്ചോ. എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ്. രണ്ട് ടേം ഉണ്ട്, എക്സും ഉണ്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്. ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി സ്ക്വയർ, മായ്ക്കാൻ ഭയങ്കര പ്രയാസം. ഫസ്റ്റ് ഇൻറ്റു ഈ ടേമാണ് ഉദ്ദേശിക്കുന്നത്, ദിസ് വൺ. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താ? ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ്. ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതാം. എന്താ? എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് വൈ ഡി എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്താ? വൈ. നമുക്ക് ഫൈനലി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ. ഓക്കെ, റബ്ബ് ചെയ്യുവാണേ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് തിരിച്ചെത്താം. അവിടെ പുട്ട് ചെയ്യാം. ഇ ഇൻറ്റു I1 ഇൻറ്റു നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ 0 to L1 ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L1 mx ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 0 to L1 mx ഡാഷ് ഇൻറ്റു എക്സ് ഇൻറ്റു ഡി എക്സ്. ക്ലിയർ ആയോ? നമ്മൾ കണ്ടിന്യൂസ് ബീമിലെ എ ബി എന്ന സ്പാൻ കൺസിഡർ ചെയ്തു. അതിലൊരു ചെറിയ സെക്ഷൻ നമ്മൾ എടുത്തു, ഡി എക്സ്. എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ്, അതിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് x1 ബാർ. സെയിം വേ ഫ്രീ ബെൻഡിങ് മൊമെന്റിലേക്ക് വരും, ഫിക്സഡ് ബെൻഡിങ് മൊമെന്റിലേക്ക് വരുമ്പോൾ ചെറിയ സെക്ഷൻ ഡി എക്സ്, ഡിസ്റ്റൻസ് എക്സ്, സെൻട്രോയിഡ് ഡിസ്റ്റൻസ് x1 ഡാഷ് ബാർ. ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എം എക്സ്, ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് എം എക്സ് ഡാഷ്. നമ്മൾ ഡെറിവേഷൻ ബെൻഡിങ് ഇക്വേഷന്റെ ഡെറിവേഷനിലേക്ക് വന്നു. എം ഈക്വൽ ടു ഇ ഇൻറ്റു ഐ ബൈ ആർ 1 ബൈ ആർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഈ I1 ഇൻറ്റു ഇന്റഗ്രൽ എ ബി കംപ്ലീറ്റ് എടുക്കുമ്പോൾ 0 to L1 ഇന്റഗ്രേറ്റ് ചെയ്തു, ഇക്വേഷൻസ് അപ്ലൈ ചെയ്തു. നെറ്റ് ബെൻഡിങ് മൊമെന്റ് ഇന്റഗ്രൽ 0 to L1 എം എക്സ് മൈനസ് എം എക്സ് ഡാഷ്. എന്നിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി ആദ്യം ഇക്വേഷനെ എക്സ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ടേം വന്നു. അതിനെ നമ്മൾ എല്ലാം സോൾവ് ചെയ്തു. ഫൈനലി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ബാക്കിയിലേക്ക് കയറാം. ഓക്കെ, നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. കണ്ടീഷൻസ് okay, condition at x is equal to L1. നമ്മൾ ചെറിയ സെക്ഷൻ എടുത്തത് എക്സ്, നമ്മൾ മൊത്തം സ്പാന് L1. at x is equal to L1, y എന്താ? എക്സ് L1 ആയി, y എന്താ? 0. y എന്താ? 0. dy by dx സ്ലോപ്പ് എന്താ? സ്ലോപ്പ് I, നിങ്ങൾ സ്ട്രക്ചറൽ അനാലിസിസ് 1ൽ പഠിച്ചതാണ്. I at B ആണ്. ഓക്കെ, സ്ലോപ്പ് അറ്റ് B ഫോർ എ ബി. എ ബി സ്പാനിന്റെ ബിയിലെ സ്ലോപ്പ് എന്താ? IBA.
കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, കണ്ടീഷൻ എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു L1, എക്സ് L1 ആകുമ്പോൾ y 0 ആയിരിക്കും, സ്ലോപ്പ് dy/dx IBA ആയിരിക്കും ഫോർ സ്പാൻ AB അറ്റ് B. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. E ഇൻറ്റു I1 ഇൻറ്റു എക്സ് ഇൻറ്റു dy/dx മൈനസ് y 0 to L1 equal to integral 0 to L1 mx into x dx minus integral 0 to L1 mx dash into x into dx. ഈ ടേമും കണ്ടിട്ട് എന്ത് തോന്നുന്നു? വല്ല ഇക്വേഷൻ ഓർമ്മ വരുന്നുണ്ടോ? ഇന്റഗ്രൽ 0 to L1 mx into x into dx, mx into x into dx എന്താ? മൊമെന്റ് ഏരിയ തിയറം. ഓക്കെ, ദിസ് ഈസ് മൊമെന്റ് ഏരിയ തിയറം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതാം. ഇന്റഗ്രൽ 0 to L1 mx ഇൻറ്റു സൈഡിലേക്ക് എഴുതാം, അല്ലെ മായച്ചു. ഇന്റഗ്രൽ 0 to L1 mx ഇൻറ്റു എക്സ് ഇൻറ്റു dx. മൊമെന്റ് ഏരിയ തിയറം വെച്ചത് എന്താണ്? ദിസ് ഈസ് A1 x1 bar, മൊമെന്റ് ഓഫ് ഫ്രീ ബെൻഡി മൊമെന്റ് ഡയഗ്രാം ഓൺ AB about A. മൊമെന്റ് ഏരിയ തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ 0 to L1 mx into x into dx is equal to A1 into x1 bar. Okay, then integral 0 to L1 mx dash into x into dx എന്താ? A1 dash x1 dash bar, A1 dash x1 dash bar. Moment of fixed bending moment diagram on AB about A. This is free bending moment diagram and this is fixed bending moment diagram. By moment area theorem വെച്ചിട്ട് A1 dash into x1 dash bar. നമുക്ക് ഇത് രണ്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. E into I1 into x എന്താ? x is equal to L1 E into I1 into x1 into dy/dx എന്താ? IBA മൈനസ് y എന്താ? 0. സോ ആ ടേം പോയി. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L1 mx into x into dx എന്താ? A1 x1 bar. ഓക്കെ, A1 x1 bar മൈനസ് ഇന്റഗ്രൽ 0 to L1 mx dash into x into dx എന്താ? A1 dash x1 dash bar, A1 dash x1 dash bar. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, E into I into x into dy/dx minus y whole raised to 0 to L1 equal to integral 0 to L1 mx into x into dx minus 0 to integral 0 to L1 mx dash into x into dx. ഈ ടേം നമ്മുടെ മൊമെന്റ് ഏരിയ തിയറം വെച്ചിട്ട് A1 x1 ബാറും ആൻഡ് ദിസ് ടേം ഈസ് മൊമെന്റ് ഏരിയ തിയറം വെച്ചിട്ട് ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം ഓൺ AB about A, ദാറ്റ് ഈസ് A1 dash x1 dash. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാം. A1 ഏരിയ ഓഫ് ഫ്രീ ബെൻഡ് മൊമെന്റ് ഡയഗ്രാം, A1 dash ഏരിയ ഓഫ് ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ദെൻ A1 dash നമുക്ക് ഒന്നുകൂടെ മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതാം. തെളിയുന്നില്ലല്ലോ. A1 dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏരിയ എന്താ? A1 dash എന്ന് പറയുമ്പോൾ ഇതാ ഏരിയ, ഫിക്സഡ് ബെൻഡ് മൊമെന്റ് ഡയഗ്രാം. ഇതെന്താ? ഒരു ട്രപ്പിസോയിഡൽ വരുന്നില്ല. എന്താ? A+B into h/2 A plus B into h/2 MA എന്താ? MA plus MB into h/2. h എന്താ? L1/2. ഓക്കെ, നമ്മൾ ആ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവിടുത്തെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് x1 dash bar, സെൻട്രോയിഡ് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്താ? A+2B divided by A+B into h/3 MA plus 2MB divided by MA plus MB into h/3, that is L1/3. ഓക്കെ, നമുക്ക് ഇനി A1 ഡാഷിന്റെ വാല്യൂം x1 ഡാഷ് ബാറിന്റെ വാല്യൂം ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, E into I1 L1 IBA equal to A1 x1 bar minus എന്താ? A1 dash x1 dash bar. A1 dash എന്താ?
MA plus MB into L1 by 2. ഇതങ്ങ് റബ്ബ് ചെയ്തോട്ടെ. L1 by 2 into x1 dash bar, that is MA plus 2MB, this equation. ഇത് into A1 dash into ഇത്. A1 dash എന്താ? MA plus MB into L1 by 2 into x1 dash bar, this one, that is this equation. MA plus 2MB by MA plus MB into L1 by 3. എല്ലാം കൂടെ എഴുതി തെറ്റിക്കരുത്. ഓക്കെ, ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഈ I1 L1 IBA ഈക്വൽ ടു A1 x1 ബാർ മൈനസ് ഇതിനെ മൊത്തം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് MA plus 2MB into L1 square by 6. Okay, A1 x1 bar minus MA plus 2MB into L1 square by 6. ഇതിനെ മൊത്തത്തിൽ നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് MA plus 2MB into L1 square by 6 കിട്ടും. ഇനി നമുക്ക് ഈ 6നെ ക്രോസ് ചെയ്യാം. 6EI I1 6EI1 L1 into IBA equal to 6A1 x1 bar minus MA plus 2MB into L1 square into MA plus 2MB into L1 square. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, L1 സ്ക്വയർ ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, L1 സ്ക്വയർ 6 into E into I1 into IBA equal to 6A1 x1 bar minus MA plus 2MB into L1 square. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്കൊരു L1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ L1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 6EI1 IBA, ഇവിടുത്തെ L1ഉം ഡിവൈഡ് ബൈ ക്ലിയർ ആയില്ലേ? ഡിവൈഡഡ് ബൈ L1. ഈ ഇക്വേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം L1 വെച്ചിട്ട്. 6 into E into I1, L1 ഡിവൈഡ് ബൈ L1 പോയി. IBA ഈക്വൽ ടു 6A1 x1 ബാർ ബൈ L1 മൈനസ് MA പ്ലസ് 2MB L1 സ്ക്വയർ ബൈ L1 സ്ക്വയർ ബൈ L1. ക്ലിയർ ആയോ? യാ, equation 1. Take this equation as equation 1. Okay, 6E into I1 into IBA equal to 6A1 x1 bar by L1 minus MA plus 2MB into L1. നമുക്ക് ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇങ്ങോട്ട് മാറ്റാം. 6E IBA equal to 6A1 x1 bar by L1 into I1 minus MA plus മനസ്സിലായില്ലേ? MA plus 2MB by I1 into L1. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ I1നെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 6 into E into IBA equal to 6A1 x1 bar by L1 into I1 minus MA plus 2MB divided by I1 into L1. റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ബാലൻസ് ടോപ്പിക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. പാർട്ട് 3. ഹാവ് എ നൈസ് ഡേ. ഫോർ മോർ റെഫറൻസസ് refer these textbooks. Thank you.